അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷം വീണ്ടും നമുക്ക് എറണാകുളത്തിൻ്റെ ഓട്ടം കിട്ടി കഴിഞ്ഞാൽ കേട്ടോ. കാറും കൊണ്ടാണ് ഇന്ന് കേട്ടോ നമ്മുടെ യാത്ര ഇന്ന്. അപ്പം നേര്യമംഗലം പാലം എത്തി. അപ്പം നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. മഴയൊക്കെ പെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സമയമായതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ പോയിട്ട് തിരിച്ച് വൈകുന്നേരം കേട്ടോ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നല്ലൊരു കാഴ്ച ഉണ്ട്. ഒരു ചെറുപ്പക്കാരൻ അവൻ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ട് നിന്നിട്ട് വഴി കൂടെ പോകുന്ന യാത്രക്കാരെ എല്ലാം വിളിച്ച് ഹോട്ടലിൽ കയറ്റാൻ വേണ്ടി ഒരു ബോർഡൊക്കെ ആയിട്ട് പുള്ളി നിന്ന് ഇങ്ങനെ കൈ കാട്ടി വിളിക്കുക. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനത് കുറച്ച് നേരം ശ്രദ്ധിച്ചു. പക്ഷേ പുള്ളി അത് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വളരെ താളാത്മകമായിട്ട് ആ ജോലിയോട് ഭയങ്കരമായിട്ട് ഇഴചേർന്ന് ഭയങ്കര ആത്മാർത്ഥതയോടുകൂടിയാണ് ആ പുള്ളിക്കാരൻ ആ ജോലി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനെ ഒരു ജോലിയാണെന്നുള്ളൊരു കുറച്ചിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുള്ളി ചിന്തിക്കുന്ന പോലുമില്ല. ഓരോ സ്റ്റെപ്പൊക്കെ ഇട്ട് താളത്തിനനുസരിച്ചാണ് കേട്ടോ അവൻ്റെ ഹോട്ടൽ എന്നുള്ള ബോർഡ് ഇങ്ങനെ കാണിക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ ജോലിയോടുള്ള ആത്മാർത്ഥത അതിങ്ങനെ നോക്കി കുറേ നേരം നിന്നു കേട്ടോ. അപ്പം അതുപോലെ തന്നെ ആ ഹോട്ടലിലാണെങ്കിലും ഫുഡ് കഴിക്കാനും കയറി. അപ്പം ഒത്തിരി ആളുകൾക്ക് ശേഷം വന്നപ്പം കണ്ടൊരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ അത് കഴിച്ചു. നല്ല അടിപൊളി ഫുഡൊക്കെയാണ് കേട്ടോ. നല്ല അടിപൊളി ഫുഡാണ്. അതായത് നമ്മുടെ എടപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കളമശ്ശേരിയൊക്കെ കഴിഞ്ഞിട്ട് ആലുവയ്ക്ക് അടുത്ത് പുളിഞ്ചോടിനടുത്താട്ടോ ഈ ഹോട്ടൽ. അപ്പോൾ ആ ഹോട്ടലിൽ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കയറുമ്പം. അപ്പോൾ ഈ പയ്യൻ്റെ ഈ പ്രവൃത്തി കണ്ടപ്പം വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാട്ടോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക്